എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു വെറൈറ്റി കാര്യമാണ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അതായത് ഒരു കമൻറ്റിൻ്റെ റിപ്ലൈ ആണെന്ന് വേണമെങ്കിൽ കൂട്ടാം. ഓക്കെ, അപ്പോൾ നമ്മളൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10% നെഗറ്റീവ് കമൻറ്റ്സ് ഒക്കെ വരാറുണ്ടല്ലേ. അപ്പോൾ അതുപോലെ എനിക്കും 10% നെഗറ്റീവ് കമൻറ്റ്സ് വരാറുണ്ട്. അപ്പോൾ അതിലൊരു കമൻറ്റ് എന്നെ വളരെയധികം ചിന്തിപ്പിക്കുകയും ലജ്ജിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്തു. അപ്പം ഈ കമൻറ്റ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയാണ്. ഞാൻ ഏത് വീഡിയോ ഇട്ടാലും ഈ പെൺകുട്ടി അതിൻ്റെ അടിയിൽ വന്ന് ഈ കമൻ്റ് ഇടും. എന്താണെന്നല്ലേ, എന്നെ ലജ്ജിപ്പിക്കുന്ന കമൻറ്റ്. നിങ്ങൾ ചുമ്മാ വളവള സംസാരിക്കുന്നത് അടുത്ത ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയല്ലേ. ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായ ലജ്ജ വരും. കാരണം ഇത് എത്ര വലിയ റിവ്യൂവേഴ്സ് ഉള്ള മലയാളം സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള പൊട്ടിമുളച്ച ചാനലിൻ്റെ ഉടമയായ എന്നോട് വന്ന് ചോദിക്കുന്നത് ബിഗ് ബോസിൽ പോകാനാണോന്ന്. അപ്പോൾ 6 വർഷം കൊണ്ട് ബിഗ് ബോസ് അടിപൊളിയായിട്ട് റിവ്യൂ ചെയ്യുന്ന നല്ല കിടിലൻ റിവ്യൂവേഴ്സ് അവരെന്ത് പറയും. അപ്പം ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് വേറെ 2 മാസമേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോയുടെ അടിയിലും ഈ പെൺകുട്ടി വന്ന് ഇത് തന്നെയാണ് പറയുന്നത് കേട്ടോ. ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ചമ്മിപ്പോകും. എനിക്ക് ഈ ലജ്ജ വരാറുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ ചോദ്യത്തിന് ഒരു മറുപടി എന്നോണമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ബിഗ് ബോസിൽ പോകണമെങ്കിൽ കുറച്ച് ക്വാളിറ്റീസ് ഒക്കെ വേണം. അതായത് വിശപ്പ് നന്നായിട്ട് ഒതുക്കി പിടിക്കാനുള്ള ഒരു ക്വാളിറ്റി വേണം. എന്നെ കൊണ്ടത് പറ്റത്തില്ല. ഞാൻ രാവിലെ കണ്ണ് തുറക്കുന്ന തന്നെ ഫുഡ് എന്ന് പറഞ്ഞിട്ടാണ്. പച്ചക്കുതിരയിലെ ദിലീപിൻ്റെ ക്യാരക്ടർ കണ്ടിട്ടില്ലേ, ഫുഡ്. അത് തന്നെയാണ് ഞാൻ കണ്ണ് തുറക്കുന്നതേ ഫുഡ് എന്നുള്ള ഒറ്റ വിചാരമായിരിക്കും. മാത്രമല്ല എനിക്ക് മറ്റൊരു ഹാബിറ്റ് ഉണ്ട്. ഇപ്പോൾ നിങ്ങളിങ്ങനെ അതിശയോക്തിയോട് കൂടി സ്ക്രീനിലേക്ക് നോക്കുമായിരിക്കും അല്ലേ. അതായത് എൻ്റെ കട്ടിലിന് താഴെ ഒരു പ്ലാസ്റ്റിക് ബക്കറ്റ് ഉണ്ടായിരിക്കും. ഇപ്പം നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ബക്കറ്റ് നിറയെ സ്നാക്സ് ആയിരിക്കും. ഇപ്പം നിങ്ങൾ വിചാരിക്കുക, അയ്യോ പാവം കുട്ടി 4 മണിക്ക് ചായയുടെ കൂടെ വല്ലതും കുറിക്കാനായിരിക്കും ആ സ്നാക്സ്. അല്ല, എനിക്ക് അങ്ങനെയുള്ള ഫുഡ് ഹാബിറ്റ്സ് ഒന്നും ഇല്ല ഗൈസ്. സ്നാക്സ് ഒക്കെ കഴിച്ചാൽ പിമ്പിൾസ് വരുമെന്നും എനിക്ക് അറിയില്ലേ. അതുകൊണ്ട് ഞാൻ 4 മണിക്ക് ചായയുടെ കൂടെ സ്നാക്സ് കഴിക്കില്ല. പകരം ഞാൻ രാത്രി ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ 2-3 തവണ ഞാൻ കണ്ണ് തുറക്കും. കണ്ണ് തുറന്നിട്ട് ഓട്ടോമാറ്റിക്കലി എൻ്റെ കൈ കട്ടിലിനടിയിലുള്ള ഈ ബക്കറ്റിലേക്ക് ചെല്ലും. എന്നിട്ട് ഞാൻ ഈ ബക്കറ്റ് പൊക്കിയെടുത്തിട്ട് ഞാൻ ഇതിനുള്ളിലുള്ള ഈ സ്നാക്സ് കറമുറ കഴിച്ചുകൊണ്ടേയിരിക്കും. വളരെ യാന്ത്രികമായിട്ടായിരിക്കും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണടഞ്ഞിരിക്കും, ഇങ്ങനെ തുറന്നു മടഞ്ഞും കൊണ്ടേയിരിക്കും. അപ്പോൾ രാത്രിയിലുള്ള ഈ കുറിക്കൽ എനിക്ക് നിർത്താൻ പറ്റാത്ത ഒരു ശീലമായി പോയി. അപ്പോൾ ഞാൻ ബിഗ് ബോസിൽ പോവുകയാണെങ്കിൽ ബിഗ് ബോസിൻ്റെ സംഘാടകർ എനിക്ക് വേണ്ടി ഒരു ബക്കറ്റ് നിറയെ ചക്ക വറുത്തത് കേട്ടോ, ഞാൻ പറയാൻ മറന്നുപോയി. ചക്ക വറുത്തത് 1, 2, 3 ക്വിൻ്റലൊക്കെ ഞാൻ ഇരുന്ന് കഴിക്കും. ചക്കയുടെ സീസൺ ആണെങ്കിൽ അടുത്തൊക്കെയുള്ള ചക്ക വറുത്തത് കിട്ടുന്ന കടകളൊക്കെ കാലിയാവും. ഞാൻ എല്ലാം വാങ്ങിച്ച് ഞാൻ കഴിക്കാറുണ്ട്. അപ്പോൾ ബിഗ് ബോസിൽ ഞാൻ പോവുകയാണെങ്കിൽ ആദ്യം അവർക്കൊരു ബക്കറ്റ് വെക്കേണ്ടി വരും. ആ ബക്കറ്റ് നിറച്ച് കുറേ സ്നാക്സ്, എസ്പെഷ്യലി ചക്ക വറുത്തത് 1, 2 ക്വിൻ്റൽ ചക്ക വറുത്തത് വാങ്ങിച്ച് തന്ന് എന്നെ തീറ്റിപ്പോറ്റി വളർത്താൻ അവരെൻ്റെ അമ്മാവനൊന്നും അല്ലല്ലോ. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് എന്നെ റിജക്റ്റ്. ഇനി അഥവാ ഇതൊന്നും അറിയാതെ അവരെന്നെ എടുത്താലും ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇവരെന്നെ വലിച്ച് പുറത്താക്കാനുള്ള ചാൻസ് ഉണ്ട്. എൻ്റെ വീട്ടുകാരെയും ഭർത്താവിനെയൊക്കെ വിളിച്ചിട്ട് പറയാം, ആനയെ വളർത്തുന്ന പോലെയാണോ കുട്ടികളെ വളർത്തണ്ടേ, ഇങ്ങനെ ചോദിച്ച് വേണമെങ്കിൽ എൻ്റെ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് കുറച്ച് എമൗണ്ട് നഷ്ടപരിഹാരമായിട്ട് ഇവരങ്ങോട്ട് ചോദിച്ചിട്ട് എന്നെ പുറത്താക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കുട്ടി ഒന്നുകൂടെ ചിന്തിക്കുക, ഞാൻ ബിഗ് ബോസിൽ പോകുമോ. ഇനി ഞാൻ ഇത്രയൊക്കെ നാണമില്ലാതെ പറഞ്ഞിട്ട് എന്തെങ്കിലും ബിഗ് ബോസിൽ കയറി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ വെച്ച് എന്നെ ട്രോളാം. അപ്പോൾ ആ കുട്ടിക്ക് വ്യക്തമായ ഉത്തരം കിട്ടിക്കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ സ്പഷ്ടമായിട്ടും സ്ഫുടമായിട്ടും ക്ലിയർ ആയിട്ടും ഉത്തരം പറയാൻ എനിക്ക് അറിയില്ല കുട്ടി. അതുകൊണ്ട് വീഡിയോ കുട്ടിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വിരോധം മറന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.